ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നമ്മൾ ഇന്നലെ വായിച്ചു തീർത്തു. അവിടെ സകല ജനതകളോടും ദൈവം ഇടപെടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അത് ചരിത്രാതീത ചരിത്രമാണെന്നും നമ്മൾ കണ്ടു. ഇനി 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ 4 പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും അവർക്കാണ് ദൈവം എല്ലാ വാഗ്ദത്തം കൊടുക്കുന്നത് നമ്മൾ കാണും. ഈ പിതാക്കന്മാരെയാണ് വാഗ്ദത്ത പിതാക്കന്മാരെന്ന് സഭ പറയുന്നത്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനായ ജോസഫ്, ഈ 4 പിതാക്കന്മാരുടെ ചരിത്രമാണ് ഇനിയുള്ള ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. 11-ാം അധ്യായം വരെ സകല ജനത്തോടും ദൈവം ഇടപെടുന്ന രീതിയാണ് കാണുന്നതെങ്കിൽ 12-ാം അധ്യായം മുതൽ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിലൂടെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സമൂഹത്തെ ദൈവം വേർതിരിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം ഇവിടെ വിളിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അബ്രാം എന്നാണ്. പിന്നീടാണ് അബ്രഹാം എന്ന പേര് അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നത്. അദ്ദേഹം വലിയ വിശ്വാസിയായിരുന്നു. പൗലോസ്ലീഹ റോമർ 4:3 പറയുന്നുണ്ടല്ലോ, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വിശ്വാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 7 പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെടുന്നതായി ഇനി നമ്മൾ ഇത് കാണും. 4 പ്രാവശ്യം ദൈവത്തിന്റെ പരീക്ഷകൾ അദ്ദേഹം തോൽക്കുന്നുമുണ്ട്. എന്നാൽ ആ തോൽവിയിൽ വീണ് കിടക്കുകയല്ല, എഴുന്നേറ്റോടുവാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയും അതാണ്. ഇരയെ കണ്ടോടുന്ന ഒരു വേട്ടപ്പട്ടി ഇരയെ കിട്ടുന്നിടം വരെയും അതിന്റെ പിന്നാലെ ഓടും. ഇടയ്ക്ക് വെച്ചത് ഓട്ടം നിർത്തിപ്പോവില്ല. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ 3 വാഗ്ദത്തമാണ് അദ്ദേഹത്തിന് ഇവിടെ നൽകുന്നത്. 1, ഞാൻ നിനക്കൊരു ദേശം നൽകും. 2, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. 3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതിന് അബ്രഹാം ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, ദേശം വിടണം, പിതൃഭവനം വിടണം, ചാർച്ചക്കാരെ വിടണം. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോഴാണ് പുതിയ ദേശം നൽകുകയും വലിയ ജാതിയാക്കി മാറ്റുകയും അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നത്. നമുക്ക് ഒരു ദേശം ലഭിച്ചില്ലെങ്കിലും, ജാതിയാകാൻ പറ്റിയില്ലെങ്കിലും, വലിയ സമൂഹമാകാൻ പറ്റിയില്ലെങ്കിലും ഒരു അനുഗ്രഹമാകാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത. അബ്രഹാമിനെ ദൈവം ഇവിടെ വിളിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടുപോകുമ്പോൾ അതിന്റെ കഠിന വ്യഥ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണവും സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന 3 കാര്യങ്ങളാണ് പിതൃഭവനം, ചാർച്ചക്കാര്, സ്വന്തം ദേശം. ആ ദേശം വിട്ട് മറ്റൊരു ദേശത്ത് നമ്മൾ പോയി പാർത്താൽ പോലും സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മ, ജനിച്ച ദേശത്തെക്കുറിച്ചും വളർന്ന ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മ മരണം വരെ നമ്മെ സ്വാധീനിക്കുന്നതാണ്. അതെല്ലാം വിട്ടുപോകുവാൻ തക്കവണ്ണം അബ്രഹാം ഇവിടെ തയ്യാറാവുകയാണ്. അത് വലിയ വേദന ഉളവാക്കുന്നൊരു അനുഭവം കൂടിയാണ്. ഇവിടെ യാത്ര ചെയ്യേണ്ട നാടിന്റെ പേര് പോലും ദൈവം അബ്രഹാമിനെ ഇവിടെ അറിയിക്കുന്നില്ല. വഴി കാട്ടുന്ന ദൈവമാണ് അബ്രഹാമിനെ വിളിച്ചതെന്ന് അബ്രഹാം വിശ്വസിച്ച് ഇറങ്ങിപ്പോരുകയാണ്. അപ്പം നമ്മൾ വിശ്വാസിയും ദൈവവുമായുള്ള ഒരാളത്തെ ബന്ധം, ആ ബന്ധത്തിലൂടെയാണ് ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നത്, അറിയേണ്ടത്. അവിടെ ദൈവം ആരാണ്, എന്താണെന്നൊരു ചോദ്യമില്ല. പഴയ നിയമ എഴുത്തുകാർ വാസ്തവത്തിൽ ഇവിടെ ആ ദൈവത്തിന് പേര് പോലും കൊടുക്കുന്നില്ല. അബ്രഹാമിന്റെ ദൈവമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അബ്രഹാം ആ വിളി കേട്ട് അവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നു. നിയോഗവും വാഗ്ദാനവും ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ ലഭിക്കുന്നവന് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെ ഉണ്ടാകാൻ സാധിക്കുന്നത്. ദൈവം അബ്രഹാമിനെ ഇവിടെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഭാവിയിൽ തന്റെ തലമുറകൾക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥലമാണെന്ന് അപ്പോൾ അബ്രഹാം അതറിയുന്നില്ല. അവിടെ വെച്ച് ദൈവമാണ് അബ്രഹാമിനോട് പറയുന്നത്, ഇത് ഞാൻ നിന്റെ സന്തതികൾക്ക് തരാനിരിക്കുന്ന ദേശമാണ്. അത് കേട്ട ഉടനെ തന്നെ നമ്മൾ വായിക്കുന്നു, അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയാണ്.
ദൈവവാഗ്ദത്തം ലഭിക്കുമ്പോൾ അവിടെ ആദ്യം നടത്തുന്നത് ആരാധനയാണ്, ബലിപീഠം പണിയുകയാണ്. നോഹയും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആദ്യം നമുക്കറിയാം ബലിപീഠം പണിത് ദൈവത്തിന് യാഗമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ബഥേലിൽ ചെന്നു, അവിടെയും യാഗപീഠം അദ്ദേഹം പണിയുന്നുണ്ട്. അവിടെയാണ് പിൽക്കാലത്ത് യാക്കോബ് വന്ന് അവിടെ ദർശനമുണ്ടാവുകയും അവിടെ ഒരു ബലിപീഠം പണിയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 28-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ നോഹയ്ക്ക് ദൈവം കൊടുത്ത ആ ഉടമ്പടി അബ്രാമിലാണ് ആദ്യമായി ഇവിടെ ദൈവം ഇത് നിറവേറ്റുന്നത്. മനുഷ്യവർഗത്തിന്റെ പിതാവായ നോഹയുടെ സന്തതികളിൽ വെച്ച് ഇസ്രായേലിന്റെ പിതാവായി അബ്രാമിനെയാണ് ദൈവം ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അബ്രാമിനെ പറ്റിയുള്ള ഇതിനു മുമ്പുള്ള ആ പാരമ്പര്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു ആശയം എന്തെന്ന് ചോദിച്ചാൽ, ബഹുവിധ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ദൈവവുമായി ഒരു വ്യക്തിബന്ധത്തിൽ ഏർപ്പെടാനാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. തൻ്റെ പിതാവിൻ്റെ കാലത്തൊക്കെയും ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോശുവ ഇത് പറയുന്നുണ്ട്. ബഹുദൈവത്തെ ആരാധിച്ചിടുന്നതിൽ നിന്ന് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാമിനെ ദൈവം വിളിച്ചുവെന്ന്. ഇവിടെ അബ്രാം ദൈവത്തെ കാണുന്നത് പ്രകൃതി ദേവനായോ അല്ലെങ്കിൽ കാർഷിക ദേവനായോ ഒന്നുമല്ല. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവത്തിന്റെ മുന്നോടിയായിട്ടാണ് അബ്രാമിന് ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ദൈവദർശനത്തിന് ഒരു ഭക്തൻ വിധേയനാകുന്നത് പോലെയാണ് ദൈവനിയോഗത്തിന് അബ്രഹാം ഇവിടെ വിധേയനാകുന്നത്. അബ്രാമിനെ വിളിച്ച് വെറും ഒരു സ്വപ്നമല്ല, യഥാർത്ഥ ജീവിതത്തിലൂടെയാണ് ദൈവം അവനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആളത്വമായി ദൈവവിളി നമുക്ക് ലഭിക്കുമ്പോൾ അതിന് പൂർണ്ണമായി വിധേയമാവുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട പ്രതികരണം. ഒരു സജീവമായ വ്യക്തിത്വത്തെയാണ് അബ്രാം ഇവിടെ അനുസരിക്കുന്നത്, നമ്മൾ ഓർക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, നിഴലുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, ഒരു പുതിയ യുഗത്തിൻ്റെ ഭക്തിമാർഗത്തിൽ, അതിൻ്റെ ചരിത്രത്തിൽ ദൈവത്തോടുകൂടെ ആത്മപ്രയാണം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അബ്രാമിനെ ഇവിടെ കാണുന്നതും അബ്രാമിനെ ദൈവം ഇവിടെ വിളിക്കുന്നതും. ഇനി അല്ലാതെ അബ്രാം അവിടെ നിന്ന് ഊരിൽ നിന്ന് യാത്ര വരുന്നത് കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നു, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം അവിടെ നിന്ന് യാത്ര വരുന്നത്. ദൈവ വിളി അനുസരിച്ച് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം നിലയിൽ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമല്ലത്. ഇവിടെ അബ്രഹാമിൻ്റെ നീക്കങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും ദൈവികമായ അരുളപ്പാടിനനുസരിച്ച് മാത്രമായിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഇപ്പോൾ അബ്രഹാമിൻ്റെ പ്രായം 75 വയസ്സാണ്. മോശ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 80 വയസ്സായി. 40 വയസ്സിൽ വിളിച്ചു, അവനൊരു ഇടയനായി അവന് വേണ്ടി കാത്തിരുന്നു. പിന്നെ 80-ാം വയസ്സിലാണ് ദൈവം മോശയിലൂടെ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിളി ലഭിക്കുവാനോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനോ പ്രായം ഒരു പരിധിയില്ല എന്ന കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അപ്പം ആ ദൈവവിളിക്കനുസരിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അത് അബ്രഹാം നമുക്കണ്ടല്ലോ, ആദ്യം ചെന്ന സ്ഥലത്ത് തന്നെ ഒരു ബലിപീഠം പണിത് ദൈവത്തിന് സമർപ്പിച്ച് ദിവസവും പ്രാർത്ഥിക്കുന്ന, ദൈവവുമായി ഉള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആന്തരികമായ ആത്മാവിൽ ആ ഒരു അനുഭവത്തിലാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഇനി തരണം ചെയ്യുവാൻ അബ്രഹാം ശക്തനായി തീരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ നിർദ്ദേശം കൂടാതെ അബ്രഹാം മുന്നോട്ട് പോയ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി അബ്രഹാമിനെ ദൈവം ആ ദേശത്ത് അദ്ദേഹം ചെന്നു. അവിടെ പിന്നീട് നമ്മൾ കാണുന്നത് താൻ ചെന്നതായ കനാൻ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയാണ്. അവിടെ പോകാൻ ദൈവം ഇവിടെ അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല.
അബ്രാമിൻ്റെ സ്വന്തം തീരുമാനമാണിത്. ഇവിടെ ക്ഷാമം വരുന്നു, അപ്പോൾ ഇവിടെ നിന്നാൽ ജീവിതം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് സമൃദ്ധിയുള്ള ഈജിപ്തിലേക്ക് പോകാമെന്ന് അബ്രാം തന്നെ തീരുമാനിച്ചു പോകുന്ന ഒരു പോക്കാണത്. ക്ഷാമം വന്നാൽ, പ്രതിസന്ധി വന്നാൽ എന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് അബ്രാം ഇവിടെ കരുതേണ്ടതായിരുന്നു. എന്നാൽ അതിനു പകരം സ്വാഭാവികമായി മാനുഷികമായി അദ്ദേഹം അത് കണക്കുകൂട്ടി അവിടെ നിന്ന് യാത്ര പോയി. ആ യാത്രയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ തൻ്റെ ആ ഭക്ഷണം അല്ലെങ്കിൽ തനിക്ക് ജീവിക്കുന്നത് ഓർത്തിട്ടാണ് അബ്രാം ഇവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നത്. നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ മരുഭൂമിയിൽ പിശാച് യേശുവിനെ ആദ്യം പരീക്ഷിക്കുന്നതും അപ്പത്തിൻ്റെ പേര് പറഞ്ഞാണ്. അവിടെ കർത്താവ് അതിനെ അതിജീവിച്ചു. കല്ലുകളെ അപ്പമാക്കുവാൻ യേശുവിന് സാധിക്കും. പക്ഷേ യേശു തമ്പുരാൻ അത് ചെയ്തില്ല. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചന മുഖാന്തരവും ജീവിക്കാൻ സാധിക്കുമെന്ന് കർത്താവ് അവിടെ മറുപടി പറഞ്ഞ് പിശാചിനെ അവിടെ അതിജീവിച്ചു. അത് അബ്രാമിനെ പറ്റിയ ആ പാളിച്ചയുടെ ഒരു പൂർത്തീകരണമായി യേശുവിൻ്റെ പരീക്ഷകളെ നമുക്ക് കാണാവുന്നതാണ്. അബ്രാമിന് പറ്റിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളൊക്കെ സംഭവിക്കാം. അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈജിപ്തുകാരുടെ അബ്രാമിൻ്റെ ഭാര്യ 65-70 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവൾ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ഈജിപ്തുകാരുടെ സ്വഭാവം എന്തെന്ന് അബ്രാമിന് നേരത്തെ അറിയാം. അപ്പോൾ തൻ്റെ ഭാര്യയെ സുന്ദരിയെന്ന് കണ്ടാൽ ഫറവോ രാജാവ് തൻ്റെ ഭാര്യയെ സ്വന്തമാക്കും, അവർ തന്നെ കൊന്നിട്ട് ഭാര്യയെ സ്വന്തമാക്കുമെന്ന് അബ്രാമിന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സാറയോട് പറഞ്ഞു, നീ ഒരു കള്ളം പറയണം, അത് നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം, അപ്പോൾ നിനക്കും എനിക്കും സംരക്ഷണം ലഭിക്കും. ഇല്ലെങ്കിൽ നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ എന്നെ കൊന്നിട്ട് നിന്നെ അവർ ഭാര്യയാക്കും. അങ്ങനെ സംഭവിക്കരുത്. ദൈവം വിളിച്ച വിളിയും അതൊക്കെ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും പലപ്പോഴും ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അവിടെ നിന്നും ദൈവം അബ്രാമിനെ സാറയെ സംരക്ഷിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് അബ്രാമിന് കള്ളം പറയേണ്ടി വരുന്നു. അവൻ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ഉൾപ്പെടുകയാണ്. അപ്പം ഇവിടെ അബ്രാഹാം അങ്ങനെ ഒരു ബലഹീനത അവൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും ദൈവം വിളിച്ചവനായ അബ്രാമിനെ സംരക്ഷിക്കാനുള്ള ക്രമീകരണം ദൈവം ഇവിടെ ചെയ്യുന്നു. ആ ഫറവോനും അവൻ്റെ ഗ്രഹത്തിനും വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഇത് ഫറവോൻ അബ്രാമിനെ വിളിച്ചിട്ട് അബ്രാമിനെ ഇവിടെ ശാസിക്കുകയും ഇവിടെ തിരുത്തുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രാമിനെ ഇവിടെ തിരുത്തുന്നത് വിജാതീയനായ ഫറവോനാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിക്കപ്പെട്ടവനെ ജാതീയനായ ഒരുവൻ തിരുത്തേണ്ടി വരിക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അധപ്പതന അവസ്ഥ തന്നെയാണ്. ഇന്ന് സഭകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ വിജാതീയരാൽ വിധിക്കപ്പെടേണ്ടതിന് കോടതിയുടെ മുൻപാകെ പോയി കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് ക്രൈസ്തവ സഭാ നേതാക്കന്മാർ എല്ലാ സഭകളിലും ഈ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അത് ഏറ്റവും നമ്മൾ ആത്മീയമായി ചിന്തിച്ചാൽ വളരെ അപമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത്യരോട് ചോദിച്ച പോലെ നിങ്ങളുടെ പ്രശ്നം തീർക്കുവാൻ നിങ്ങളുടെ ഇടയിൽ ആരുമില്ലേ? ഉണ്ടെങ്കിൽ തന്നെ അതിന് വിധേയപ്പെട്ടെങ്കിലല്ലേ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ.
ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ ചില ഒത്തുതീർപ്പുകളൊക്കെ നമ്മൾ പോകുമ്പോൾ ലോകം നമ്മളെ തിരുത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. ലോകത്തെ തിരുത്താൻ വേണ്ടിയാണ്, ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അബ്രാഹാമിലൂടെ ഒരു ജനതയെ മുഴുവൻ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പൂർത്തീകരണമായി പുതിയ നിയമത്തിൽ ക്രൈസ്തവ സമൂഹം വന്നത്. ആ പ്രകാശമായിരിക്കേണ്ടവൻ അന്ധകാരത്തിലാകുമ്പോൾ മറ്റ് ജാതികളിൽ നിന്നുള്ള വെളിച്ചം നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും അബ്രഹാം ഇങ്ങനെ ഒരു ബലഹീനത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും ദൈവം ഒരിക്കലും അബ്രഹാമിനെ ഇവിടെ കൈവിടുകയില്ല, അവിടെ തള്ളുകയില്ല. 34-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ദാവീദ് പാടി, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ദൈവവിളി നമുക്കുണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ പൈശാചിക പ്രലോഭനങ്ങൾ അതിനെതിരായിട്ട് അതേപോലെ തന്നെ നമ്മളെ ബാധിക്കും. അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിക്കും. തീർച്ചയായിട്ടും സാറയെ ഫറവോന്റെ കൊട്ടാരത്തിൽ അവർ കൊണ്ടുപോയ ദിവസം അന്ന് രാത്രി അബ്രഹാം എന്തോരം കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അവിടെ നിന്നൊക്കെ ദൈവം അത്ഭുതകരമായി കൊടുക്കുന്ന ഒരു വിടുതൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അനർത്ഥങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതം. അല്ലാതെ ദൈവം വിളിച്ചെന്നും കണ്ട് പ്രതിസന്ധികൾ ഇല്ലാതിരിക്കുകയല്ല, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവും ശക്തിയുമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുക. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലും സ്ത്രീഹന്മാരുടെ ജീവിതത്തിലും ആദിമ സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളെ അവർ തരണം ചെയ്യേണ്ടി വന്നു. മരണത്തെ വരെ അവർ അഭിമുഖീകരിച്ചിരുന്നു. അതിൻ്റെ ആദ്യ പിതാവായ അബ്രഹാമും അനേക പ്രതിസന്ധികളെ ഇനി തരണം ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ അനുഭവങ്ങളിലൂടെയും അബ്രഹാം വലിയ പാഠം പഠിക്കുന്നുമുണ്ട്. അത് ഓരോ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോഴും ദൈവവുമായുള്ള ബന്ധം അബ്രഹാമിൽ കൂടുതൽ ശക്തിപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് അപ്രകാരമാണ്. അബ്രഹാം എന്ന പിതാവിലൂടെ ദൈവം ഈ ലോകത്തെ ഇടപെടുന്നതാണ് ഇനിയും മുന്നോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. ആയതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന്